വെൽക്കം ടു യശോധൈജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിസിക്സിലെ വർക്ക്, എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് വർക്കിൻ്റെ ഡെഫിനിഷനാണ്. വർക്ക് എന്താണ്? വെൻ എ ഫോഴ്സ് ആക്ട്സ് ഓൺ ആൻ ഓബ്ജെക്റ്റ് ആൻഡ് ദ ഓബ്ജെക്റ്റ് ആക്ച്വലി മൂവ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ദെൻ ദി വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ബൈ ദി ഫോഴ്സ്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് ഒരു ഓബ്ജക്റ്റിലോട്ട്. അതിൻ്റെ ഫലമായിട്ട് ആ ഓബ്ജക്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുകയും കൂടെ ചെയ്യാണ്, അനങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ വർക്ക് നടന്നു എന്നുള്ളതാണ്. Therefore, work done by the force is equal to the product of force and displacement of the object in the direction of force. അപ്പോൾ നമുക്ക് വർക്ക് ഡണ്ണിന് ഫോർമുല പറയാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, എഫ് ഇൻറ്റു എസ്. ഇഫ് അണ്ടർ എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എഫ് ദ ഓബ്ജെക്ട് ഡിസ്പ്ലേസ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് എസ്, ദെൻ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമുക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. നമ്മളത് വെക്ടറിൽ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് എസ് കോസ് തീറ്റ എന്ന് പറയാം. ഇനി ഇവിടെ ഈ തീറ്റ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വേർ തീറ്റ ഈസ് ദ സ്മോളർ ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എസ്. നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും വെക്ടേഴ്സിൻ്റെ ഇടയിൽ വരുന്ന ആംഗിളാണ് തീറ്റ. വർക്ക് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇറ്റ്സ് എസ് ഐ യൂണിറ്റ് ഈസ് ജൂൾ, സി ജി എസ് യൂണിറ്റ് എർഗ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗാണ്. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗാണ്. ഡയമെൻഷണൽ ഫോർമുല mL²T⁻². ഇനി വർക്ക് ഡൺ നമുക്ക് 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പോൾ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് 0 ആവുന്നത് കണ്ടീഷൻ എപ്പോഴാണ്? ഒന്ന്, ഇഫ് ബോഡി ഈസ് നോട്ട് ഡിസ്പ്ലേസ്ഡ് ആക്ച്വലി. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ ബോഡി മൂവ് ചെയ്തില്ല, ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വർക്ക് ഡൺ 0 ആണെന്ന് പറയാം. രണ്ടാമത്തേത്, ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. നമ്മുടെ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്തതെങ്കിൽ അപ്പോൾ തീറ്റ ഈക്വൽ ടു 90°. സോ അവിടെ വർക്ക് ഡൺ എന്താവും? 0 ആയിട്ട് മാറും. ഇനി വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് പോസിറ്റീവ് ഇഫ് ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എസ് ഈസ് അക്യൂട്ട് ആംഗിൾ. വർക്ക് ഡൺ പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന ആംഗിൾ, ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ഇടയിൽ വരുന്ന ആംഗിൾ അക്യൂട്ട് ആവുകയാണ്. ദാറ്റ് മീൻസ് 90°-നെക്കാളും ചെറുതായിട്ടുള്ള ആംഗിൾ ആണെങ്കിൽ നമുക്കവിടെ പോസിറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് നെഗറ്റീവ് ആവുകയാണെങ്കിൽ, വർക്ക് ഡൺ നെഗറ്റീവ് ആവുന്ന എപ്പോഴാണ്? ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ഇടയിലുള്ള ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ, ദാറ്റ് മീൻസ് മോർ ദാൻ 90° ആവുമ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്. വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ the initial and final positions and not on the actual path followed between initial and final positions. ഇനി വർക്ക് ഡൺ ഇൻ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ, ഫോഴ്സ് വേരിയബിൾ ആവുന്ന സമയത്ത് നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റഗ്രേഷൻ ഇട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ എഫ് ഇൻറ്റു ഡി എസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ഏരിയ അണ്ടർ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് അലോങ് ദി പ്രോപ്പർ സൈൻ. നമ്മൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റിനെയും ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഏരിയ ആണ് നമ്മുടെ ഈ പറയുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, കണ്ട ഇവിടെ ഇപ്പോൾ കിട്ടിയ ഏരിയ ABCD എന്ന് പറയുന്ന ABCDEA എന്ന് പറയുന്ന ഈ ഒരു ഏരിയയാണ്, ഈ ഒരു ഭാഗത്തിൻ്റെ വിസ്തീർണമാണ് നമ്മുടെ വർക്ക് ഡൺ. വർക്ക് ഡൺ ഇൻ ഡിസ്പ്ലേസിങ് എനി ബോഡി അണ്ടർ ദി ആക്ഷൻ ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ ബൈ ദി റിസൾട്ടൻ്റ് ഫോഴ്സ്. നമ്മൾ ഒരു ബോഡീനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് ഫോഴ്സസ് ആണ് യൂസ് ചെയ്യുന്നത്, അത് എല്ലാത്തിൻ്റെയും മൊത്തത്തിലുള്ള റിസൾട്ടൻ്റ് ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള വർക്ക് ഡൺ ആണ് അവിടെ കിട്ടുന്നത്. ഇൻ ഇക്വിലിബ്രിയം, സ്റ്റാറ്റിക് ഓർ ഡൈനമിക്, ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് 0, ദെർഫോർ റിസൾട്ടൻ്റ് വർക്ക് ഡൺ ഈസ് 0. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആവും, അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ടൻ്റ് വർക്ക് ഡണ്ണും 0 ആയിരിക്കും. ഇഫ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഡ്യൂറിങ് എ റഫ് ട്രിപ്പ് ഓഫ് എ സിസ്റ്റം ഈസ് 0, then the force is conservative, otherwise it is called non-conservative force. Gravitational force, electrostatic force, magnetic force, etc. are conservative forces. ഇതെല്ലാം നമ്മുടെ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. ഓൾ ദി സെൻട്രൽ ഫോഴ്സസ് ആർ കൺസർവേറ്റീവ് ഫോഴ്സസ്. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഇവരെല്ലാവരും നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ആണ് കൺസർവേറ്റീവ് ഫോഴ്സസ്. പക്ഷേ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ഓഫ് ദി ഫംഗ്ഷൻ അല്ലേ, ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത്. വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഈസ് ഗിവൺ ബൈ W=mgh. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മാത്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ടും ചോദിച്ചു വരുന്നുണ്ട്. വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കാണിക്കുന്ന വർക്ക് ഡൺ എത്രയാണ്? W=mgh, where g is the acceleration due to gravity and h is the height
through particle 1 displaced. Work done in compressing or stretching a spring is given by ഒരു സ്പ്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കംപ്രസ് ചെയ്യാനോ എടുക്കുന്ന വർക്കിൻ്റെ അളവെന്ന് പറയുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ വേർ കെ ഈസ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ആൻഡ് എക്സ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എക്സും സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെയും ആണ്. സോ അവിടുത്തെ വർക്ക് ഡൺ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. When on end of a spring is attached to a fixed vertical support and a block attached to the free end moves on a horizontal table from x equal to x1 to x2, then w is equal to half k x square x2 minus x square x1. നമുക്ക് ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഈ ഹാഫ് കെ എക്സ് സ്ക്വയർ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഓരോ ടേംസ് എന്താണ്, ഓരോ ലെറ്റേഴ്സ് എന്താണെന്നുള്ളതും കൂടി നോക്കി വയ്ക്കുക. പിന്നെ വർക്ക് ഡൺ ബൈ ദി കപ്പിൾ ഫോർ ആൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ഇസ് ഗിവൺ ബൈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഐ ഇൻ ടു തീറ്റ വേർ ഐ ഈസ് ദി ടോർക്ക് ഓഫ് ദി കപ്പിൾ. ഇനി പവർ നോക്കുക. The time rate of work done by a body is called its power. ഓക്കെ, വർക്ക് പ്രവൃത്തിയുടെ നിരക്ക് അല്ലേ, വർക്ക് ഡണ്ണിൻ്റെ നിരക്കാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. പവർ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഡൺ ബൈ ടൈം ടേക്കൺ. ഇഫ് അണ്ടർ എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എഫ് ഓഫ് എ ബോഡി if under a constant force F, a body is displaced through a distance S in time t, the power P is equal to W by T. ഓക്കെ, ഒരു അണ്ടർ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എഫിൽ ഒരു ബോഡി മൂവ് ചെയ്യാണ്, ഡിസ്പ്ലേസ് ചെയ്യാണ് എസ് ഡിസ്റ്റൻസിലും. എത്രയാണ് ടൈം എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്ന ടൈമിലുമാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ പവർ പി is equal to W by T. വർക്കിന് നമുക്കറിയാം എഫ് ഇൻറ്റു എസ് ആണ്, സോ എഫ് ഇൻറ്റു എസ് ബൈ ടി. ബട്ട് എസ് ബൈ ടി ഈസ് ഈക്വൽ ടു വി ആണല്ലേ. നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി വിത്ത് വിച്ച് ദ ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ്. സോ നമുക്ക് പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എസ് ബൈ ടീനെ നമുക്ക് വെലോസിറ്റി കൊടുക്കാം. സോ എഫ് ഇൻറ്റു വി, നമ്മൾ അതിനെ റിസോൾവ് ചെയ്ത് എഴുതുമ്പോൾ എഫ് വി കോസ് തീറ്റ, വേർ തീറ്റ ഇസ് ദ സ്മോളർ ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് വി. പവർ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ്സ് എസ് ഐ യൂണിറ്റ് ഈസ് വാട്ട്. ഡയമെൻഷണൽ ഫോർമുല എം എൽ സ്ക്വയർ ടി റൈസ് ടു -3. ഇറ്റ്സ് അതർ യൂണിറ്റ്സ് ആർ കിലോ വാട്ട് ആൻഡ് ഹോഴ്സ് പവർ. പവറിൻ്റെ മറ്റ് യൂണിറ്റുകൾ കിലോ വാട്ടും അതുപോലെ ഹോഴ്സ് പവറും ആണ്. ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്, ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. എനർജി എന്താണ്? എനർജി ഓഫ് എ ബോഡി ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക് ചെയ്യാനുള്ള കഴിവാണ്, ഒരു ബോഡിയുടെ കഴിവാണ് എനർജി. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. എസ് ഐ യൂണിറ്റ് ജൂൾ ആണ്, സി ജി എസ് യൂണിറ്റ് എർഗാണ്, ഡയമെൻഷണൽ ഫോർമുല എം എൽ ക്യൂബ് ടി റേസ് ടു -3. ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് എനർജീസ് സച്ച് ആസ് മെക്കാനിക്കൽ എനർജി അല്ലെ, പലതരത്തിലുള്ള എനർജീസ് ഉണ്ട്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, കെമിക്കൽ എനർജി, ലൈറ്റ് എനർജി എക്സെട്ര. അടുത്തത് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്താണ്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയൊക്കെയാണ് മെക്കാനിക്കൽ എനർജിയിൽ വരുന്നത്. സോ ദ സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് അറ്റ് എനി പോയിന്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ മോഷൻ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ടൈം. ദിസ് ഈസ് നോൺ എസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജികളൊക്കെ അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മോഷനിലായിരിക്കുന്ന സമയത്ത് അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു, അവർ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇതാണ് നമ്മളെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി രണ്ട് തരത്തിൽ ഉണ്ട്, നമ്മൾ പറഞ്ഞല്ലോ, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി. സോ കൈനറ്റിക് എനർജി എന്താണ്? ദ എനർജി പൊസസ്ഡ് ബൈ ആൻ ഓബ്ജെക്ട് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ഈസ് കോൾഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. ഒരു ഓബ്ജക്റ്റിന് അതിൻ്റെ ചലനം കാരണം കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ, അല്ലെങ്കിൽ നമ്മൾ മൊമെൻറ്റം വെച്ചിട്ടാണെങ്കിൽ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m എന്ന് പറയാം. where m is the mass of object, u is equal to velocity of the object, p is equal to momentum, m into v അല്ലേ. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെൻറ്റം ഓഫ് ദി ഒബ്ജക്റ്റ്. രണ്ടാമത്തെ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. The energy possessed by an object by virtue of its position or configuration is called its potential energy. ഒരു ഓബ്ജക്റ്റിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതിൽ there are 3 important types of potential energies. 3 ഇമ്പോർട്ടൻ്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. എന്താണ്? ഇഫ് എ ബോഡി ഓഫ് മാസ് എം ഈസ് റേസ്ഡ് ത്രൂ എ ഹൈറ്റ് എച്ച് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി then its gravitational potential energies mgh. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ
കിട്ടുന്ന ഒരു എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ സ്റ്റോർഡ് ഫോം ഓഫ് എനർജി എന്നൊക്കെ പറയാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ എന്താണ്, നമ്മൾ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബോഡീനെ റേസ് ചെയ്ത് എടുക്കുമ്പോൾ, ഹൈറ്റ് ഒരു ഹൈറ്റിലോട്ട് റേസ് ചെയ്യുമ്പോൾ, ഉയർത്തുമ്പോൾ കിട്ടുന്ന എനർജിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ അതിന് നമുക്ക് ഇക്വേഷൻ mgh എന്ന് പറയാം. രണ്ടാമത്തെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. എന്തായിരിക്കും? ഇഫ് എ സ്പ്രിംഗ് കോൺസ്റ്റന്റ് k is stretched through a distance x, then elastic potential energy of the spring is equal to half k x square. ഒരു സ്പ്രിങ്ങിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ദ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് ദ ഡിസ്റ്റൻസ് is shown in figure. Okay, potential energy is defined only for conservative forces. It does not exist for non-conservative forces. Potential energy depends upon frame of reference. അല്ലേ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷനാണ്. സോ അതിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പാത്തിനെ അല്ല. സോ അവർ എന്തായിരിക്കും? കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എനർജിയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. സോ നമുക്കിവിടെ അതിൻ്റെ ഇക്വേഷൻ നോക്കാം. U is equal to 1/4πε0 Q1 Q2 divided by R. പിന്നെ ഇവിടെ 1/4πε0ൻ്റെ വാല്യൂ 9 × 10⁻10 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളും സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. 1/4πε0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം എന്താണ്? വർക്കും എനർജിയും തമ്മിലൊരു റിലേഷനാണ്. അതായത് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസിങ് എ ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി. ഒരു ബോഡീനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വർക്ക് ഉണ്ടായിരിക്കുമല്ലോ, ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടുത്തെ കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. സോ അത് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് W is equal to ഇൻ്റഗ്രൽ V1 to V2 F into ds. പിന്നെ ഫോഴ്സ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഹാഫ് mv² മൈനസ് വെലോസിറ്റി വെച്ചിട്ട് ഹാഫ് mv² മൈനസ് ഹാഫ് mv1² ഇസ് ഈക്വൽ ടു kf മൈനസ് ki വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ke. ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻ എല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഡെറിവേഷൻ ആവശ്യമില്ല, ജസ്റ്റ് വർക്ക് എനർജി തിയറം മാത്രം നോക്കി വയ്ക്കുക. എന്താണ്? വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അത്രയും നോക്കിയാൽ മതി. അടുത്തത് ഈ വർക്ക് എനർജി തിയറത്തിൽ നിന്ന് 2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഇഫ് നെറ്റ് വർക്ക് ഈസ് പോസിറ്റീവ് ദെൻ kf മൈനസ് ki ഈസ് ഈക്വൽ ടു പോസിറ്റീവ്. അതായത് kf എന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജിയും ki എന്ന് പറയുന്നത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ പറയാണ് ഈ kf മൈനസ് ki പോസിറ്റീവ് ആണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പിന്നെ അതുപോലെ തിരിച്ച് kf മൈനസ് ki നെഗറ്റീവ് ആണെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും. This theorem can be applied to non-inertial frames also. In a non-inertial frame, it can be written as non-inertial ഫ്രെയിമിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ഇൻക്ലൂഡിംഗ് ദ സ്യൂഡോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇൻ non-inertial frame. സോ ആക്ച്വലി വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അത്ര തന്നെയാണ്. ഫ്രെയിം മാറുന്നതിനനുസരിച്ച് ടേംസ് ചേഞ്ച് ആവുന്നു. അടുത്തൊരു മാസ് എനർജി ഈക്വലൻസ് എല്ലാവർക്കും അറിയാം. ഐൻസ്റ്റീൻ്റെ ഈസ് ഈക്വൽ ടു mc² എന്നുള്ള ഫോർമുല അറിയാം. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ ദ മാസ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു എനർജി. അല്ലേ, മാസിന് എനർജി ആയിട്ട് മാറാൻ പറ്റും. അത് ആൻഡ് വൈസ് വേഴ്സ. വെൻ ഡെൽറ്റ എം എന്തായിരിക്കും? മാസ് ഡിസപ്പിയേഴ്സ് ദെൻ പ്രൊഡ്യൂസ്ഡ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ mc². c is the speed of light in vacuum. ഇനി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്തായിരിക്കും? എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലേ. The sum of all kinds of energies in an isolated system remains constant at all times. Principle of conservation of mechanical energy എന്തായിരിക്കും? For conservative forces, the sum of kinetic and potential energies of any object remains constant throughout the motion. According to the quantum physics, mass and energy are not conserved separately but are conserved as a single entity called mass energy. ഇതിൽ നമുക്ക് വർക്ക് എനർജി തിയറം കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കൊളിഷൻസ് ആണ്. അതിലെ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വയ്ക്കുക. സോ കൊളിഷൻ എന്താണ്? കൊളിഷൻ ബിറ്റ്വീൻ 2 or more particles is the interaction for a short interval of time in which they apply relatively strong forces on each other. രണ്ടോ അതിലധികമോ പാർട്ടിക്കിൾസ് ഒരു ഷോർട്ട് ടൈമിൽ വന്ന് കൊളൈഡ് ചെയ്യുന്നു അല്ലേ, ജസ്റ്റ് വന്ന് മുട്ടുന്നു, അവരുടെ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നു. അവർ ഒരു എന്തായിരിക്കും, ഒരു സ്ട്രോങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്
കാരണമായിരിക്കും ഇവർ വന്ന് കൊളൈഡ് ചെയ്യുക. സോ അത് അങ്ങനത്തെ അവരുടെ ഇൻട്രാക്ഷനാണ് നമ്മൾ കൊളിഷൻസ് എന്ന് പറയുന്നത്, കൊളിഷൻ എന്ന് പറയുന്നത്. ഇൻ എ കൊളിഷൻ ഫിസിക്കൽ കോൺടാക്ട് ഓഫ് ടു ബോഡീസ് ഈസ് നോട്ട് നെസസറി. കൊളിഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ബോഡീസിൻ്റെ ഫിസിക്കൽ കോണ്ടാക്റ്റ് നെസസറി അല്ല. ദർ ആർ ടു ടൈപ്സ് ഓഫ് കൊളിഷൻസ്, ഇലാസ്റ്റിക് കൊളിഷനും അതുപോലെ ഇൻഇലാസ്റ്റിക് കൊളിഷനും. ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാൽ the collision in which both the momentum and the kinetic energy of the system remains conserved are called elastic collisions. മൊമെൻറ്റവും അതുപോലെ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണെങ്കിൽ അത്തരത്തിലുള്ള കൊളിഷന് നമ്മൾ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയാം. ഇൻ ആൻ ഇലാസ്റ്റിക് കൊളിഷൻ ഓൾ ദി ഇൻവോൾവ് ഫോഴ്സസ് ആർ കൺസർവേറ്റീവ് ഫോഴ്സസ്. ഇതിനകത്ത് വരുന്ന ഫോഴ്സസ് എല്ലാം കൺസർവേറ്റീവ് ഫോഴ്സസ് ആയിരിക്കും. ടോട്ടൽ എനർജി റിമെയിൻസ് കൺസേർവ്ഡ്. അടുത്ത് നോക്കാം ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ. The collision in which only the momentum remains conserved but kinetic energy does not remain conserved are called inelastic collisions. Momentum conserved ആയിരിക്കും, kinetic energy conserved ആവത്തില്ല. In an inelastic collision, some or all the involved forces are non-conservative forces. മറ്റേടത്ത് കൺസർവേറ്റീവ് ഫോഴ്സസ് ആണെങ്കിൽ ഇവിടെ പങ്കെടുക്കുന്നവരൊക്കെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആയിരിക്കും. ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം റിമെയിൻസ് കൺസർവ്ഡ്. If after the collision two bodies stick to each other, then the collision is said to be perfectly inelastic. കൊളിഷന് ശേഷം രണ്ട് ബോഡീസും ഈച്ച് അതർ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയും. ഇനി ഇതിലൊരു ടേം കോഎഫിഷ്യൻറ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഓർ റെസിലിയൻസ്. ദ റേഷ്യോ ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ആഫ്റ്റർ കൊളിഷൻ ടു ദി വെലോസിറ്റി ഓഫ് അപ്രോച്ച് ബിഫോർ കൊളിഷൻ ഈസ് കോൾഡ് കോഎഫിഷ്യൻറ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഓർ റെസിലിയൻസ്. ഓക്കെ, അതായത് ഇവിടെ റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എങ്ങനെയായിരിക്കും? ബിഫോർ കൊളിഷനും അതുപോലെ ആഫ്റ്റർ കൊളിഷനും അവരുടെ റേഷ്യോ ആണ് കോഎഫിഷ്യൻറ്റ് ഓഫ് എന്താണ് റെസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇ ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മെറ്റീരിയൽ ഓഫ് ദി കൊളൈഡിങ് ബോഡീസ്. ഫോർ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ റെസിലിയൻസ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഫോർ എ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഇ ഈസ് ഈക്വൽ ടു 0. ഫോർ ഓൾ അതർ കൊളിഷൻസ് ഇ എന്ന് പറയുന്നത് 0-നേക്കാളും വലുതും 1-നേക്കാളും ചെറുതുമായിരിക്കും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ വർക്ക് എനർജി ആൻഡ് പവറിൽ സ്റ്റാർട്ടിങ്ങിൽ വർക്കിൻ്റെ ഡെഫിനിഷനിലോട്ടാണ് പോകുന്നത്. work refers to the force and the displacement over which it acts. Work is done by a force on the body over a certain displacement. പിന്നെ വർക്ക് എനർജി തിയറം എന്താണത്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ ഓൺ ഇറ്റ് ബൈ ദി നെറ്റ് ഫോഴ്സ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് വർക്ക് എന്താണ് വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതാണ് വർക്ക് എനർജി തിയറം. കണ്ടോ, ഫോഴ്സ് ഈ ഒരു ബ്ലോക്കിനെ നീക്കാൻ വേണ്ടിയിട്ട്, ഒരു ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ നീക്കാൻ വേണ്ടിയിട്ട് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. സോ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ തീറ്റ, എഫ് കോസ് തീറ്റ, എഫ് ഇൻറ്റു ഡി. പിന്നെ വർക്ക് ഡൺ നടക്കാത്ത സമയം എപ്പോഴെന്നൊക്കെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ട് ആംഗിൾ ഒബ്റ്റ്യൂസ് ഒക്കെ പറഞ്ഞിരുന്നല്ലോ നേരത്തെ. സോ അത് നോക്കുക. പിന്നെ കൈനറ്റിക് എനർജിയുടെ ഫോർമുല 12mv². അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ നമ്മൾ ഏരിയ ജസ്റ്റ് ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നതായിരിക്കും വർക്ക് ഡൺ. വർക്ക് ഡൺ വിൽ ബി ദ ഏരിയ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ദ കോൺസെപ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞല്ലോ നമ്മൾ, ആ ഒരു സ്റ്റോർഡ് എനർജി അല്ലെങ്കിൽ ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ കാരണം ഒരു ബോഡിക്ക് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. പിന്നെ mgh ഫോർമുല പറഞ്ഞു. പിന്നെന്താണ്? ലെറ്റ് us കൺസിഡർ സം ഓഫ് ദി ഡെഫിനിഷൻസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ. കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പാത്തിനെ നോക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളെ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കിയത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് ആണ് നോക്കിയത്. നമുക്ക് അതിൻ്റെ ഫോഴ്സ് മൈനസ് kx എന്ന് കാണിക്കാം. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ വിൽ ബി 12kx² ആണ്. പിന്നെ കെ സ്പ്രിങ് കോൺസ്റ്റൻറ്റും എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റും. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി എന്താണ്? എനർജി മേ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ ബട്ട് ദി ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അല്ല, എനർജീനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. അതിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല.
പിന്നെ പവറിൻ്റെ ഇക്വേഷൻ, പവർ എന്ന് വെച്ചാൽ എന്താണ്, W/T ആണ്. അതായത് വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ് പവർ. അതിനെ നമുക്ക് പവറിന് ഫോഴ്സും വെലോസിറ്റിയും വെച്ചിട്ടൊരു ഫോർമുല പറയാം, F/V. പിന്നെ പവറിൻ്റെ ഡയമെൻഷനൊക്കെ പറഞ്ഞു. ജൂൾ, ഇതിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് വാട്ടാണ്. പിന്നെ ഹോഴ്സ് പവർ 746 വാട്ട്. പിന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി ബിൽസ്, അവർ ഇലക്ട്രിസിറ്റി ബിൽസ് ക്യാരി ദ എനർജി കൺസംഷൻ ഇൻ യൂണിറ്റ് കിലോ വാട്ട് അവർ. നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് കിലോ വാട്ട് അവറിലാണ്. കിലോ വാട്ട് അവർ യൂണിറ്റ് ഓഫ് എനർജിയും പവറിൻ്റെ യൂണിറ്റ് എന്താണ്, വാട്ടുമാണ്. പിന്നെ അടുത്ത് നോക്കാനുള്ളത് കൊളിഷനിൽ നമ്മൾ ഇലാസ്റ്റിക് കൊളിഷൻ പറഞ്ഞു. Such a collision is called elastic collision. On the other hand, the deformation may not be relieved and the two bodies could move together after the collision. A collision in which the two particles move together after the collision is called completely inelastic collision. Stick on ചെയ്ത് അങ്ങനെ ഇരിക്കുന്നു പറഞ്ഞില്ലേ, അതിന് കൊളിഷന് ശേഷം ആ ബോഡീസ് തമ്മിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയും. ദ ഇന്റർമീഡിയറ്റ് കേസ് വെയർ ദി deformation is partly relieved and some of the initial kinetic energy is lost is more common and is appropriately called an inelastic collision. പിന്നെ in all collisions the total linear momentum is conserved. എല്ലാ കൊളിഷനിലും ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ഡയമെൻഷനും ഇക്വേഷൻസൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ ഇവിടെ നമുക്കൊരു ടേബിൾ ഉണ്ടായിരുന്നു, ഈ ഒരു ടേബിൾ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഓൾട്ടർനേറ്റീവ് യൂണിറ്റ്സ് ഓഫ് വർക്ക് എനർജി. എർഗ് 10⁻⁻⁷ ജൂള്, 10⁻⁷. ഇതിൻ്റെയൊക്കെ വാല്യൂ നോക്കുക. എർഗ് എന്ന് പറയുമ്പോൾ 10⁻⁻⁷ ജൂള്. ഇലക്ട്രോൺ വോൾട്ട് 1.6 × 10⁻⁻19 ജൂള്. കലോറി എന്ന് പറയുന്നത് 4.186 ജൂള്. കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻⁶ ജൂള്. ഓക്കെ, ആ ഒരു കൺവേർഷൻ ഒന്ന് നോക്കി വയ്ക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.